ക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫേഷ്യൽ കിറ്റാണ്. നമ്മൾ സാധാരണ ഫേഷ്യൽ ചെയ്യാൻ പാർലറുകളിലൊക്കെ പോകാറുണ്ടല്ലോ. അപ്പോൾ എങ്കിലും മോഡിക്കെയറിൻ്റെ ഫേഷ്യൽ കിറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. മൊറോക്കൻ അർഗൺ ഓയിലിൻ്റെ കിറ്റാണ്. അതുകൊണ്ട് സാധാരണ നമ്മളൊരു ഫേഷ്യൽ ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ സ്കിന്നൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം അവിടെ സാധാരണ ബ്ലീച്ചൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യാറുള്ളത്. എങ്കിൽ ബ്ലീച്ച് ചെയ്യാതെ എങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ചർമ്മം ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മുടെ മൊറോക്കൻ അർഗൺ ഓയിൽ ഫേഷ്യൽ കിറ്റിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ എൻ്റെ കൂടെ പോരുക. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഇത് ഫേഷ്യൽ ആരംഭിക്കാവേ. ഇതിനകത്ത് നമുക്ക് 6 കാര്യങ്ങളുണ്ട്, 6 പ്രോഡക്റ്റ് ഉണ്ട് ഇതിനകത്ത്. അത് വെച്ചാണ് നമ്മളിത് ഫേഷ്യൽ ചെയ്യുന്നത്. 6 മെത്തേഡാണ് ഇത്. അന്നേരം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ക്ലെൻസിങ്, അതായത് മൊറോക്കൻ അർഗൺ ഓയിൽ ക്ലെൻസർ വെച്ച് നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്യുവാണേ. നമുക്ക് നോക്കാം. ആവശ്യത്തിനെടുക്കുക. മോഡിക്കെയറിൻ്റെ സ്ലോഗ മൊറോക്കൻ അർഗൺ ഓയിൽ ഫേഷ്യൽ കിറ്റ്. ഇത് ആൻറ്റി ഏജിങ് ആൻഡ് സ്കിൻ നറിഷിങ് ആൻഡ് ഓൾ ടൈപ്പ് സ്കിന്നാണ്. സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫേഷ്യൽ കിറ്റ്. ഇതിൽ 6 സ്റ്റെപ്പുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, ക്ലെൻസിങ്. സ്കിന്ന് നനച്ച ശേഷം അല്പം കയ്യിലെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്യുക. വെള്ളം ഉപയോഗിച്ച് കഴുകുക. തുടയ്ക്കുക. അതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് അർഗൺ ഓയിൽ സ്ക്രബാണ്. ഇത് വെച്ച് നമുക്കിപ്പോൾ ചെയ്യാം. ഇത് ക്ലെൻസർ കഴിഞ്ഞു. ഇനി അടുത്ത സ്ക്രബ് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പം ആവശ്യത്തിനെടുക്കുക. ജെൻ്റിലി മസാജ് ചെയ്യുക. 10-12 മിനിറ്റ് സർക്കുലർ മോഷൻ കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് മൊറോക്കൻ അർഗൺ ഓയിൽ ഫെർമിങ് ക്രീം വെച്ച് നമ്മൾ മസാജ് ചെയ്യുവാണ്. ജെൻ്റിലി മസാജ് 10 മിനിറ്റോളം നമുക്ക് മസാജ് കൊടുക്കാം. സർക്കുലർ മോഷൻ നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെയാണ് ചെയ്യേണ്ടത്. പിന്നീട് 2 വശത്തും പ്രഷർ കൊടുക്കണം. നമ്മുടെ ചിന്നിൻ്റെ 2 വശത്തായിട്ടാണ് ആ പ്രഷർ കൊടുക്കേണ്ടത്. സർക്കുലർ മോഷനിലാണ് നമ്മുടെ കൈവിരലുകൾ ചലിക്കേണ്ടത്.
അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ കണ്ടോ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കാണും. അതെടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ എന്ന് പറയുന്നത്. ഇതെല്ലാം ലേഡീസ് സ്റ്റോറുകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഈ റൗണ്ട് ഷേപ്പ് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ സുഷിരത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതിന് എടുത്ത് കളയുവാൻ പറ്റും. ഇത് നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു ഇതാണ്. ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ എന്നാണ് ഇതിൻ്റെ പേര്. എന്നിട്ട് ഇത്തിരി കോട്ടൺ വെച്ച് നമുക്കിതെടുത്ത് കളയാം. ഈ താഴത്തുനിന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് ഞെക്കി വിട്ടാൽ മതി. അന്നേരം ആ സാധനം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇതിനകത്ത് അന്നേരം വന്നു കയറും. കാണാമോന്നറിയില്ല, നോക്കൂ, കണ്ടതേ, വരുന്നുണ്ടോ? ഞാനിത് നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞിരിക്കുന്ന സെബമാണിത്. നമ്മളിങ്ങനെ മാസത്തിലൊരിക്കലൊന്ന് എടുത്ത് ഇങ്ങനെ കളയുവാണെങ്കിൽ സ്കിന്നിൽ നിന്ന് അതെല്ലാം പോകും. കണ്ടോ? അടുത്ത് മൊറോക്കൻ അർഗൺ ഓയിൽ ഫെർമിങ് ജെല്ലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട 4th സ്റ്റെപ്പ്. ജെൽ ആവശ്യത്തിന് എടുക്കുക. കൈവിരൽ കൊണ്ട് സ്ലോലി അപ്ലൈ ചെയ്യുക. അതും സർക്കുലർ മോഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് 10 മിനിറ്റോളം നമുക്കത് മസാജ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഫേസിലിട്ട് ജെല്ല് അബ്സോർബായി കഴിഞ്ഞു. ഇനി അതിൻ്റെ പുറത്തോട്ട് നമ്മൾ 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊറോക്കൻ അർഗൺ ഓയിൽ ഫേസ് മാസ്ക് ആണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ആവശ്യത്തിന് എടുക്കുക. ഇത് ഞാൻ എപ്പോഴും പറയും, ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. സിക്സ്ത് സ്റ്റെപ്പാണ് അടുത്ത അവസാനത്തെ. ഇതോടുകൂടി നമ്മുടെ ഫേഷ്യൽ ഇവിടെ കൊണ്ട് തീരുവാണ്. മൊറോക്കൻ അർഗൺ ഓയിൽ സിറം ഇതിട്ട് ഇവിടെ നമ്മളിവിടെ തീർക്കുവാണ്. സാധാരണ ഫേഷ്യൽ ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ടല്ലോ, അവസാനം നമ്മൾ സിറമോ അല്ല ക്രീമോ എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെന്ന് പറയത്തില്ലേ. ഇതിനകത്ത് സിറമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നോക്കൂ,
ശ്രീജയുടെ മുഖം കണ്ടോ? ഫസ്റ്റ് നമ്മളെടുത്ത ഫോട്ടോ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വ്യത്യാസം. നമ്മളെന്തിനൊരു ഫേഷ്യൽ ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിനൊരു കളർ വരാനും ഒരു ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ടല്ലേ എല്ലാവരും പോയി ചെയ്യുന്നത്. എങ്കിൽ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലീച്ച് ചെയ്തിട്ടാണ് പലരും ഫേഷ്യൽ ചെയ്യുന്നത്. ബ്ലീച്ച് എന്ന് പറയുന്നത് കെമിക്കലാണ്, നമ്മുടെ സ്കിന്നിന് കൊള്ളൂല, ഒട്ടും തന്നെ കൊള്ളത്തില്ല. എങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വെച്ച് ഇതേപോലെ ചെയ്യുമ്പോൾ ഈ 6th സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കണ്ടോ വരുന്ന തിളക്കവും ഗ്ലോയും കണ്ടോ? ഇത് ഏകദേശം 1 മാസത്തോളം നമ്മുടെ സ്കിന്നിൽ നിൽക്കും. നിങ്ങൾ ചെയ്ത് നോക്കൂ. എനിക്ക് പറയാൻ പറ്റും 100% പെർഫെക്റ്റും ഓർഗാനിക്കായ പ്രോഡക്റ്റാണ് നമ്മുടേത്, മോദിക്കെയറിൻ്റെത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇതേപോലെ ചെയ്യുവാണെങ്കിൽ ആ സ്കിന്നിൻ്റെ വെട്ടം കണ്ടോ? ഈ ആപ്പിളിനും മൂക്കിലും ഒക്കെ വന്നേക്കുന്ന ഒരു തിളക്കം നോക്കൂ. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഫേഷ്യൽ ചെയ്യുന്നത്. ഇത് ബ്ലീച്ച് ചെയ്യാതെ തന്നെ ഇത്രയേറെ തിളക്കം വന്നില്ല. ഇത്രയും തന്നെ തിളക്കമാണ് നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ട് ചെയ്യുമ്പോഴും വരുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ മോദിക്കെയർ പ്രോഡക്റ്റിൻ്റെ ഗുണമേന്മ എന്താണെന്ന്. എല്ലാവരും ഉപയോഗിക്കണം. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.